ഡ്രിഫ്റ്റിംഗ്. വളവ് നമുക്ക് 3 രീതിയിൽ വളയ്ക്കാം. 1 നോർമലായിട്ട് വളയ്ക്കാം, 2 മതിലൂടെ കൊണ്ടുപോകാം, 3 കുറച്ച് സ്റ്റൈലിൽ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് വളയ്ക്കാം. Yeah baby, I'm Jeez and this is I know. ഡ്രിഫ്റ്റിംഗ് ഒരു കലയാണ്. കാറ് നേരെ ഓടിക്കാനല്ല, ചെരിച്ചോടിക്കാനുള്ളൊരു കഴിവാണ് ഡ്രിഫ്റ്റിംഗ്. ഓൾവേസ് ഗോയിങ് സൈഡ് വൈസ്. അതല്ല, അത് വേറെ. ഒരു വണ്ടീനെ കൺട്രോളബിളി അൺകൺട്രോളബിൾ ആക്കലാണ് ഡ്രിഫ്റ്റിംഗ്. വ്യക്തമായില്ല? ഇപ്പം ശരിയാക്കാം. വണ്ടി കാറോ ബൈക്കോ ഏതായാലും ഒരു വളവിൽ 2 സ്റ്റേറ്റ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അണ്ടർ സ്റ്റീർ, അതായത് നിന്റെ വളക്കിൽ അത്ര പോരാ. 2 ഓവർ സ്റ്റീർ, നീ ഓവറാക്കി നശിപ്പിച്ച്. ഇത് രണ്ടും വളവിൽ നേരെ പോകുന്നവരുണ്ട്. കൺട്രോൾഡായിട്ട് ഓവർ സ്റ്റീർ ചെയ്ത് ബാക്ക് വീൽ സ്വിങ് ആക്കിയിട്ട് ഒരു കർവ് കംപ്ലീറ്റ് ചെയ്യണതാണ് ഡ്രിഫ്റ്റിംഗ്. 1970s ജപ്പാനിലെ മലനിരകളിലാണ് ഈ കലാരൂപം ഉടലെടുത്തത്. കെയ്ചി സൂചിയ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഈ ഡ്രിഫ്റ്റിംഗിന്റെ കിങ്, ഡ്രിഫ്റ്റ് കിങ് എന്നറിയപ്പെടുന്നത്. കുനിമിത്സു തകഹാഷി, എന്റെ പൊന്നെ എന്തൊക്കെ പേരുകളാ. കുനിമിത്സു തകഹാഷി എന്നൊരു പുള്ളിയുണ്ട്, പ്രൊണൗൺസിയേഷൻ ഇതിനാണ് വിചാരിക്കുന്നത്. അപ്പൊ ആ പുള്ളിയുടെ കരവിരുതിൽ ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് കെയ്ചി സൂചിയെ ഡ്രിഫ്റ്റിംഗ് തുടങ്ങിയത്. ബാക്കി എല്ലാവരും വളവിൽ ബ്രേക്ക് പിടിച്ച് വളയ്ക്കുമ്പോൾ കെയ്ചി സൂചിയെ ചീറി പാഞ്ഞു വന്ന് ടേൺസ് ഒക്കെ ക്രോസ് ചെയ്യും. വണ്ടി സൈഡ് വൈസ് ആയിരിക്കുന്നു മാത്രം. അങ്ങനെ പുള്ളി എല്ലാ മത്സരം ജയിച്ചു തുടങ്ങി. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഡൗട്ട് പുള്ളി എന്തെങ്കിലും ഡൈപ്പ് അടിക്കണമെന്ന്. കാരണം പുള്ളി യൂസ് ചെയ്യുന്ന വണ്ടി അത്ര പവർഫുൾ ഒന്നല്ല. ബാക്കിയുള്ളവരെ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഒരു അണ്ടർ പവേർഡ് കാറാണ്, ഒരു ടൊയോട്ട E86. പക്ഷേ സ്റ്റേബിൾ ആണ് വണ്ടി. വണ്ടിയുടെ ആ സ്റ്റെബിലിറ്റിയും പുള്ളിയുടെ പെർഫെക്ഷനും കൂടി ആയപ്പോൾ ഒരു പുതിയ ഫ്യൂച്ചർ ഓട്ടോമോട്ടീവ് കല വന്നു. അതാണ് ഡ്രിഫ്റ്റിംഗ്. വണ്ടി ഒരു വളവ് എത്തുമ്പോൾ ഓവർ സ്റ്റിയറിംഗിന്റെ കൂടെ ബ്രേക്കും കൂടെ ചെയ്തിട്ട് ബാക്ക് വീലിലെ ട്രാക്ഷൻ കളയും. അങ്ങനെ ബാക്ക് സൈഡ് സ്വിങ് ആവും. അപ്പോൾ ഈ കണ്ടീഷനിൽ എഞ്ചിൻ നല്ല പവർ ഉണ്ടാക്കുന്നുണ്ട്, ടയേഴ്സ് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പവറൊന്നും റോട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ട്രാക്ഷൻ ഇല്ല അവിടെ. അപ്പോൾ വണ്ടി അൺകൺട്രോളബിൾ ആയി. ഇനി ഈ അൺകൺട്രോളബിലിറ്റീനെ സ്റ്റിയറിങ്ങും ത്രോട്ടിലും ബ്രേക്കൊക്കെ ഒന്ന് വെച്ചൊന്ന് കൺട്രോൾഡ് മാനറിൽ കൊണ്ടുപോകണതാണ് ഡ്രിഫ്റ്റിംഗ്. ഡ്രിഫ്റ്റിംഗ് ചെയ്യണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് കാണാൻ സെറ്റപ്പാണ്. വളവൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് വളച്ച് ടയറൊക്കെ കറക്കി കുറച്ച് പുകയും ഒച്ചയും ബഹളവും സംഭവം സെറ്റാണ്. പക്ഷെ അതല്ല റീസൺ ഡ്രിഫ്റ്റിംഗ് യൂസ് ചെയ്യാൻ കാരണം ഒരു കർവിൽ നിന്ന്, അതായത് ഒരു വളവിൽ നിന്ന് പോകുമ്പോഴുള്ള എക്സിറ്റ് സ്പീഡ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രിഫ്റ്റിംഗ് ചെയ്യണത്. അതായത് ആ വളവിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴുള്ള വണ്ടിയുടെ സ്പീഡ് അത് മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രിഫ്റ്റിംഗ് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഞ്ചിൻ കുറേ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടയർ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ആ പവറൊന്നും റോട്ടിക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുള്ളൂ. അത് മനഃപൂർവ്വം നമ്മൾ കൊടുക്കാണ്ടിരിക്കണതാ. അപ്പോൾ പവർ അവിടെ സ്റ്റാൻഡ് ബൈയിൽ വന്ന് നിൽപ്പുണ്ട്. എപ്പോഴാണ് ആ വളവ് നമ്മൾ കഴിയണേ അപ്പം തന്നെ വണ്ടി കൺട്രോളിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പവർ മൊത്തം റോട്ടിക്ക് കൊടുക്കാൻ പറ്റും. സോ ആ വളവിൽ നിന്ന് പുറത്ത് പോകാനുള്ള എക്സിറ്റ് സ്പീഡ് നമുക്ക് മാക്സിമം കിട്ടും. ലാഗൊന്നും ഉണ്ടാവില്ല, വീണ്ടും എഞ്ചിൻ റവ് ചെയ്ത് വരാനുള്ള ലാഗൊന്നും ഉണ്ടാവില്ല. സോ അതിനാണ് ഡ്രിഫ്റ്റിംഗ്. I know.